നടത്തിയിടുമേ. ഓരോ നാളിലും പിരിയാതന്ത്യത്തോളം ഓരോ നിമിഷവും കൃപയാൽ നടത്തിയിടുമേ. സുഭാഷിതം ഉത്തമഗീതം 4-ാം അധ്യായത്തിൽ മണവാളൻ തന്റെ മണവാട്ടിയുടെ രൂപവും സ്വഭാവവും പ്രശംസിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. അതിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. എ ഗാർഡൻ എൻക്ലോസ്ഡ് ഈസ് മൈ സിസ്റ്റർ, മൈ സ്പൗസ്, എ സ്പ്രിംഗ് ഷട്ടപ്പ്, എ ഫൗണ്ടൻ സീൽ. കർത്താവായ യേശുക്രിസ്തുവിനെയും അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെയുമാണ് ഈ പുസ്തകം പ്രതിനിധീകരിക്കുന്നത് എന്ന് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ. എന്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം എന്ന് പറയുമ്പോൾ ഈ തോട്ടത്തിന് മറ്റൊരു അവകാശിയില്ല. എന്റെ തോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തോട്ടത്തിന്മേൽ തനിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. സാധാരണ എങ്ങനെയോ ഉണ്ടായ ഒരു തോട്ടമല്ല, അത് കെട്ടിയടച്ചതാണ്. സുരക്ഷിതത്തെ അത് എടുത്തു കാണിക്കുന്നു. യഥേഷ്ടം ആർക്കും അവിടെ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. വന്യമൃഗങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും പ്രതിബന്ധങ്ങൾ ഉണ്ടാകുവാൻ അവിടെ സാധ്യതയില്ല. അത് കെട്ടിയടച്ചതാണ്. അതിന് പരിപാലനമുണ്ട്. സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പരമാധികാര കൃപയാൽ ലോകത്തിലെ വിശാലമായ മാലിന്യങ്ങളിൽ നിന്നും അതിനെ വേർതിരിച്ച് സഭയാം തോട്ടത്തിൽ നട്ടിരിക്കുന്നു. ഇത് സ്വയമായി വളർന്നു വന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ വിതയ്ക്കപ്പെടുകയോ നട്ടുപിടിപ്പിക്കുകയോ വളർത്തുകയോ ചെയ്ത തൈകളാണ്. വേലി കെട്ടി അടച്ചിരിക്കുന്നു. ഏതു തരം ചെടികളെയാണ് ഈ തോട്ടത്തിലാക്കി വെച്ചിരിക്കുന്നത്? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സഭയുടെ അംഗങ്ങൾ ആരാണ്? ഇസ്രായേൽ ജനങ്ങളോട് പത്രോസ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാകുന്നു. വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയെ ആചരിച്ചു വരുന്ന തൈകളാണ് ഈ സഭയിലുള്ളത്. ഈ തൈകളെ നനയ്ക്കുന്നതിനും അതേ വളർത്തുന്നതിനും വേണ്ടി അവിടെ ഒരു നീരുറവയുണ്ട്, മുദ്രയിട്ടിരിക്കുന്ന കിണർ. യേശു കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയെയും സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. സഭയെ പരിപാലിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെയും നമുക്ക് തന്നിരിക്കുന്നു. സഭയെയാണ് മണവാട്ടി എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നിശ്ചയമായും മണവാളൻ വരും. യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സഭയാൻ തോട്ടത്തിന് ഉള്ളിലായിട്ടില്ല എങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കാം. നാമും സഭയുടെ അംഗങ്ങളായി തീരും. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഭയാൻ തോട്ടത്തിലെ തൈകളാക്കി തീർക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ.